ഹൈ റേഞ്ചിൽ മൊത്തത്തിൽ വെയിലില്ല കേട്ടോ. ഈ ഒരു മേഖലയൊക്കെ കണ്ടോ, കുറേ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കുറേ ഭാഗങ്ങളിലെല്ലാം ഏലമെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിപ്പോയിട്ടുണ്ടേ. നമ്മളിന്ന് മുരിക്കാശ്ശേരി ഭാഗത്തേക്കാണ് പോകുന്നത്, രാജമുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട് സോളാറിൻ്റെ, അതൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് വഴിസൈഡിലെല്ലാം പൈപ്പ് ഇട്ടിരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ വർക്കുകളാണ് നടക്കുന്നത് കേട്ടോ. അവിടെ JCB മാന്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണേ. ഈ വർക്കൊക്കെ എന്തെങ്കിലും പൂർത്തിയാവുമോ? അത് നേരെ നാലുമുക്കിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാ നമ്മൾ ഇവിടെ ഒരു വഴിയുണ്ടോ മുകളിലോട്ട് കിടക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ചെമ്പകം പൂത്ത് നിൽക്കുന്നത് ഒരു ചെമ്പകപ്പാറ. അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ. ഇപ്പം നമ്മൾ വന്ന വഴിയാണ് ഇത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാഴ്ച ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വെയിലിൻ്റെ ആക്രമണമൊക്കെ കാണിച്ചു തരാം. ഇതുണ്ട്, ഇവിടെയൊക്കെ നല്ല പച്ചപ്പല്ലേ. അപ്പുറത്ത് നിൽക്കുന്ന ആ ഏലം ഉണ്ട്, അതൊക്കെ കുറേ പച്ചപ്പാണ്. പക്ഷേ ഇവിടെ കണ്ടോ, വെയിലടിച്ചിട്ട് ഏലം മൊത്തം പോയി കിടക്കുന്നുണ്ടോ. ഇതുപോലെ ഇതൊരു ചെറിയ സാമ്പിൾ മാത്രം. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ഇപ്പം വെയിലത്ത് വാടി കരിഞ്ഞു പോയിരിക്കുന്നത്. ഹൈ റേഞ്ചിൻ്റെ ആകപ്പാടെ ഒരു പിടിച്ചു നിൽപ്പെന്ന് പറയുന്നത് ഏലമാണ് കേട്ടോ. അത് ഈ പരുവത്തിലാണ് കിടക്കുന്നത് ഇപ്പം. ഇപ്പം നമ്മൾ കറ്റിയാമല എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതേ കറ്റിയാമല എന്ന് പറഞ്ഞ ഭാഗത്ത് നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട്, നല്ലൊരു ചെറിയ ജംഗ്ഷനൊക്കെയാണ്. നല്ല ഭംഗി ഇവിടെ കാണാനായിട്ട്. ഇത് നമ്മൾ ഈ വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, ഇത് ഇരട്ടയാറ് കട്ടപ്പന തോസിപ്പാറ ആ റൂട്ടിലേക്ക് പോവേ. നല്ല പഴയതാണെങ്കിലും കുറേ നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇത് നമുക്കിവിടുത്തെ പള്ളിയിൽ നിന്ന് ഫുള്ളായിട്ട് കാണാം. ഇതാണ് സെൻറ്റ് ജോർജ് ചർച്ച് കറ്റിയാമല. ഇവിടുന്ന് മുകളിലേക്ക് കിടക്കുന്ന വഴി നമുക്ക് വാഴവരയ്ക്കൊക്കെ പോകുന്ന വഴിയാണേ. നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ. ആ വഴിക്ക് നേരെ പോയാൽ നമുക്ക് ഇടുക്കിക്കും പോകാം. വലത്തോട്ട് അവിടുന്ന് ഒരു വഴി തിരിയുന്നുണ്ട്, അത് നമുക്ക് നാലുമുക്കെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരട്ടയാർ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. ഇപ്പം നമ്മൾ കറ്റിയാമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് നാലുമുക്ക് ടണൽ സൈറ്റ് റോഡിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പം നാലുമുക്കിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ, ടണൽ സൈറ്റിലേക്ക് 1,600. ടോട്ടൽ 2.5 കിലോമീറ്റർ 2 കിലോമീറ്റർ 600 മീറ്ററാണ് ഈ റോഡ്. അപ്പം നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് നാലുമുക്കി ചെന്നിട്ട് വേണം വഴി പിന്നെ തിരിഞ്ഞു പോകാൻ. പ്രധാനമന്ത്രി ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച റോഡായത് കേട്ടോ. വളരെ മനോഹരമായ റോഡ്, വീതി കുറഞ്ഞ റോഡാണ്, കാണാൻ വളരെ ഭംഗിയാണ്. പ്ലാവയിലൊക്കെ ചക്ക കിടക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ചക്കയുടെ സമയമാണ്, പക്ഷേ മഴക്കാലമായിട്ടില്ല. ഇവിടേക്കുള്ള ഏലത്തിനൊക്കെ ചെറിയ പച്ചപ്പുണ്ട് കേട്ടോ. പക്ഷേ ഈ മരക്കൂട്ടങ്ങളൊക്കെ കുറേ ഉള്ളതുകൊണ്ടും കുറച്ചൊക്കെ ഇവർക്ക് നനയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഈ പുഴയെല്ലാം വറ്റി വരണ്ട് കിടക്കുന്നുണ്ടോ. ഒരു 10 മഴ പെയ്താൽ ഇവിടെയൊക്കെ നല്ല വെള്ളമൊക്കെ ആവും. എന്നാലും ഇവിടെയൊക്കെ അത്യാവശ്യം കുറേ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചില മേഖലയിൽ ചെന്നാൽ ഉണങ്ങിക്കരിഞ്ഞാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് യാത്ര ചെയ്തിങ്ങി വന്നപ്പോൾ ഇതാ നാലുമുക്കിലെ ഈയിടെ പണി കഴിപ്പിച്ച പുതിയ പള്ളി കേട്ടോ. ഹോളി ഫാമിലി ചർച്ച് നസ്രത്ത് വാലി ഡയസിസ് ഓഫ് ഇടുക്കി. ഇത്ര മനോഹരമാണ് നോക്കി പള്ളി കാണാനായിട്ട്. ഇത് കുറച്ച് ദിവസമായുള്ളൂ ഇതിൻ്റെ കുദാശം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അക്കരെ കാണുന്ന ആ ഭാഗമാണ് നാലുമുക്കെന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തങ്കമണിക്ക് ഇടുക്കിക്കൊക്കെ വഴി തിരിഞ്ഞു പോകുന്നുണ്ടേ. പള്ളിയുടെ ഇപ്പറേ ഇവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു നല്ല തണൽ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ട നല്ലൊരു ഭംഗിയാട്ടോ. പള്ളി നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം ഇച്ചിരി ദൂരത്തിൽ. ഇതിൻ്റെ ഒരു വർക്കൊക്കെ കണ്ടോ, എത്ര നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ മഞ്ഞപ്പൂക്കളും ഈ ചുവന്ന പൂക്കളും കാണാം കേട്ടോ. ചുവന്ന ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ പൂക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ നാലുമുക്കെന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇല്ല, നാലുമുക്ക് ജംഗ്ഷൻ, അത് ഇടുക്കിക്കൊക്കെ പോകുന്ന വഴി. അവിടെ നിന്ന് വലത്തോട്ടൊരു വഴി ഉണ്ട്, കാൽവരിമോണ്ടിനൊക്കെ കയറി പോകാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ വലത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഇതിലേ പോയാൽ നമുക്ക് തങ്കമണിയൊക്കെ പോകാവേ. ഇത് ഇരട്ടയാർ കട്ടപ്പന റോഡാണേ. തങ്കമണിക്കും പോവും, നേരെ പോകുന്നത് തങ്കമണിയാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം, ഒരു അന്തോണി സൂന്യാളിൻ്റെ കപ്പേളയൊക്കെ.
ആ ഇടത്തോട്ട് കാണുന്ന വഴി, ആ വഴിയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ള നേരെ ആ തങ്കമണിക്കുള്ള റോഡിലാണേ. ഇവിടെ നമുക്ക് കുറച്ച് കൃഷിക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാവേ. ഇവിടെ കുറച്ച് പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ കട്ടപ്പന ഭാഗമാണ് ഏറ്റവും വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഒരു ഭാഗം കേട്ടോ. ഏത്തവാഴ കൃഷിയാണിത് കേട്ടോ. ഈ തങ്കമണി സൈഡിലേക്കൊക്കെ വന്നാൽ ഏത്തവാഴയും കപ്പയും പയറും ഒക്കെയാണ് കൂടുതലും. തൊട്ടപ്പുറത്ത് കപ്പ കൃഷിയും നമുക്ക് കാണാവേ. ഇടയ്ക്കൂടെ തെങ്ങും നിൽക്കുന്ന കാണാം. പക്ഷേ ഇവിടുത്തെ തോടും വറ്റു വരണ്ട് കിടക്കാണ്, വെള്ളമൊന്നുമില്ല. ഈ തോടൊക്കെ ഉണ്ടല്ലോ ഒരു 4 മഴ പെയ്താൽ നിറഞ്ഞങ്ങ് കയറുവേ. ഇപ്പോൾ എല്ലാം വറ്റി വരണ്ട് അവിടെ ഇവിടെ ചെറിയ വെള്ളക്കെട്ടൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഏലമാണേ. ഇനിയിപ്പോൾ നമ്മൾ തങ്കമണിക്ക് പോകുന്ന റോഡ് ഇത്. തങ്കമണിക്കുള്ള ബസ്. ഇപ്പം നമ്മൾ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. തങ്കമണി പാറക്കടവ്. ഈ പാറക്കടവിൽ വളരെ മനോഹരമായൊരു അമ്പലവും സ്കൂളും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. ഒരു ദേവീക്ഷേത്രമാണേ. അതിൻ്റെ തന്നെ സ്കൂളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ അമ്പലത്തിലേക്ക് നമുക്ക് ശകലം ഒന്ന് കയറി കണ്ടു നോക്കാം. ഇവിടെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈ സൈഡിൽ സ്കൂളാണ്, മുകളിൽ അമ്പലം, ആൽമരം. ഇവിടെ ഉത്സവം അടുത്ത ദിവസം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തങ്കമണിക്ക് അടുത്തുള്ള കാമാക്ഷി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇത് വളരെ മനോഹരമായൊരു ചെറിയ അങ്ങാടിയാണ്, സിറ്റിയാണ്. നല്ല വെയിലാണ് കേട്ടോ. 10 മണി ആയതേ ഉള്ളേ. അന്നേരം തന്നെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. ദിവസവും 2 കുപ്പി വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം കേട്ടോ. 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. എന്നാലേ ഈ വെയിലൊക്കെ നമ്മൾ താഴെ പോകാൻ നിൽക്കുള്ളൂ. വെയിൽ കൂടുതൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുമാതിരി എന്തോ ഒരു ഉറക്കം വരുന്ന പോലെയോ വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും വണ്ടിയൊക്കെ നിർത്തി വെച്ചിട്ട് എവിടെയെങ്കിലും കയറി ഒന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്തി കേട്ടോ. തങ്കമണി ഇപ്പം ഒരു വലിയ ടൗൺ തന്നെയാണ് കേട്ടോ. ഇവിടെ പള്ളി, സ്കൂള്, കോളേജ്, പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, അങ്ങനെ എല്ലാം ഉണ്ടേ. ഇതുവഴി നിരവധി ബസ് റൂട്ടുകളുണ്ട്. എറണാകുളം, കോട്ടയം, ഇടുക്കി എല്ലാം ഈ വഴിക്കാണ് വണ്ടി പോകുന്നത്. തങ്കമണി ടൗണ്. നമുക്കിനി ഇവിടുന്ന് ആ കാണുന്ന വലത്തോട്ട് കിടക്കുന്ന പ്രകാശം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡിൽ വേണം പോകാനായിട്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു തോട്ടം മുഴുവൻ ഉണക്കടിച്ച് പോയി കേട്ടോ. ഏലം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? മഴ കറക്റ്റായിട്ട് പെയ്തില്ലെങ്കിൽ ഇനിയും ഏലമൊക്കെ പോവും. ഇതുകൊണ്ടോ ഏലം ഉണങ്ങുന്നുണ്ടോ വെയിലത്ത്. ഇടുക്കിയുടെ സാമ്പത്തിക സ്രോതസ് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ, നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്രോതസ്സിനെ ബാധിക്കുന്ന ഒരു കൃഷിയാണ് ഈ ഏലക്കൃഷി എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഏലക്കായ്. അവിടെ കണ്ടോ കുറേ പച്ച നെറ്റ് വലിച്ചു കെട്ടിയേക്കുന്നുണ്ടോ. ഏലത്തിന് ചൂടേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ വലിച്ചു കെട്ടിയേക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏലക്കായ്ക്കാണ് ഏറ്റവും കൂടുതൽ ബോൾട്ട് സൈസും കിട്ടുന്നത്, അതുപോലെ നല്ല കളറ് കിട്ടുന്നത്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും ഇടുക്കിയിൽ നിന്നുള്ള ഏലക്കായ്ക്കാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡ്. മറ്റുള്ള രാജ്യത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെ വരുന്ന കായ്ക്കൊന്നും ഇത്രയും ഗുണവും ഡിമാൻഡും ഒന്നുമില്ല. വോട്ടെടുപ്പ് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് 3-4 ദിവസമായെങ്കിലും ഈ തോരണങ്ങളും പോസ്റ്ററുകളും ഒന്നും ഇവിടെ നിന്നൊന്നും നീക്കം ചെയ്തിട്ടില്ല. കണ്ടോ, എന്താണ് ഇവിടുത്തെ പ്രവർത്തകർ മറന്നുപോയായിരിക്കും. ഈ ഭാഗത്തൊക്കെ കുറേ ഏലമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കുറേ ഒരുവിധം പച്ചപ്പും ഉണ്ട്. ഈ മരച്ചാർത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു തണുപ്പും പച്ചപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടങ്ങളിലുള്ള ഏലത്തിനൊന്നും വലിയ ക്ഷതമൊന്നും ഏക്കത്തില്ല വെയിൽ വന്നാലും. ഇതുകൊണ്ടോ ഏലത്തിന് ഈ പച്ച നെറ്റ് കൊണ്ട് പുതയിട്ടേക്കുന്നുണ്ടോ. എന്നാലും അത്ര കാര്യമായിട്ടൊന്നും വെയിൽ ഏൽക്കുകയില്ല കേട്ടോ. പക്ഷേ വെയിൽ ഏക്കുന്നതൊക്കെ ഏക്കും, ഏക്കാണ്ടൊന്നും ഇരിക്കുകയില്ല. ഇത് നീലിവയൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് പ്രകാശിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയൊക്കെ ഇപ്പോൾ പുതിയ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി മുഴുവൻ പോയി കിടന്നായിരുന്നു. ഇത് ഇവിടെ ഈ സൈഡിലുണ്ടോ ഒരു ചെറിയ വീട് ഇരിക്കുന്നുണ്ടോ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. നല്ല ഇഷ്ടംപോലെ ഗാർഡനും ഏരിയ എല്ലാം ഉണ്ട്. കുറേ നേരം വെയിലത്തൂടെ യാത്ര ചെയ്ത് നല്ല കൂളിംഗ് ആയിട്ട് നല്ല തണലായിട്ടുള്ളൊരു സ്ഥലം എത്തി കേട്ടോ. ഇവിടുന്ന് ഇനി പ്രകാശം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അവിടുന്ന് വേണം നമുക്ക് വഴി മാറിപ്പോകാനായിട്ട്. ശരിക്കും നമ്മളിന്ന് ഈ മുരിക്കാശ്ശേരി രാജമുടി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ നിന്നാണ് ഒരു കംപ്ലയിൻറ്റ് എന്നെ വിളിച്ചേക്കുന്നത്. പോയി നോക്കിയാലേ എന്താണെന്ന് അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ പ്രകാശം എന്ന് പറഞ്ഞ സ്ഥലമാണ്.
മഹേഷിൻ്റെ പ്രതികാര സിനിമയൊക്കെ എടുത്ത ഒരു പ്രദേശമാണ് ഇവിടം. നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ടൗണാണ് പ്രകാശ്. ഇവിടുന്ന് കട്ടപ്പനയ്ക്കും മുരിക്കാശ്ശേരി, തോപ്രാംകുടി, എറണാകുളം, ഇടുക്കി എല്ലാം റൂട്ടിലേക്കും വഴിയുണ്ടേ. നമ്മൾ ഇറങ്ങി പോകുന്നത് കിളിയാറുകണ്ടം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കിളിയാറുകണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ വലത്തോട്ടൊരു വഴിയുണ്ടേ. ആ വഴിക്ക് വേണം വീണ്ടും പോകാൻ. കിളിയാറുകണ്ടം നല്ല മനോഹരമായൊരു സിറ്റിയാണ് കേട്ടോ. സിറ്റി അല്ല, ഒരു ചെറിയ ഗ്രാമം. ഇവിടെ ഒരു കട കാണാം. ഇവിടുന്ന് ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാല്ലേ. ഇതൊക്കെ ചുമ്മാ ഇരിക്കട്ടെ, കാണാൻ രസമല്ലേ. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വഴി ഇവിടെ ഒരു ചെറിയ പാലം കാണാം കേട്ടോ. ചെറിയ കലുങ്ക് പാലമാണേ. ഈ സൈഡിലൊക്കെ കുറച്ച് വാഴക്കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ഒരു പഴയ പാലമൊക്കെ കാണാം കേട്ടോ. അത് തകർന്നു പോയതാണ് പ്രളയത്തിലൊക്കെ. ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു തോട്ടിൽ കുറച്ച് വെള്ളം കാണാൻ പറ്റിയത് കേട്ടോ. ഇതുണ്ടോ, ആ കരയ്ക്ക് കുറച്ച് കപ്പയുണ്ട്. നടുക്കൂടി പുഴ, ഇങ്ങനെ പുഴയല്ല, ഒരു കൈത്തോടാണേ. അതിനെ കെട്ടി ഒതുക്കിയിരിക്കുകയാണ്. അവിടെ ചെറിയ ചെക്ക് ഡാമൊക്കെ പോലെ. ഈ വഴി നമ്മൾ ചെന്ന് കയറുന്നത് അതായത് രാജമുടി എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ്. രാജമുടിക്ക് ഇപ്പുറത്ത് മന്നാത്ര എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പം വന്നപ്പോൾ ഇവിടെ ചെറിയ ജംഗ്ഷനിലെത്തിയേ. ഇതുണ്ടോ, അവിടെ 4 കടയൊക്കെ ഉണ്ട്. നമ്മൾ ഇനിയിപ്പോൾ പോകേണ്ട ഈ വഴിക്കാണേ, ഈ ബൈക്ക് വരുന്ന വഴിക്ക്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മുരിക്കാശ്ശേരി രാജമുടി പടമുഖം റോഡാണേ. ഇതിലേ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇത് ശരിക്കും അങ്ങോട്ട് നേരെ പോകുന്നത് തോപ്രാംകുടിക്ക് പോകുന്ന വഴി കേട്ടോ. നല്ലൊരു ഗ്രാമ പശ്ചാത്തലമാണ് ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ജോയ്സ് ജോർജ്. വഴി ഇവിടുന്ന് വീണ്ടും വലത്തോട്ട് തിരിയുകയാണേ. നമുക്ക് ഈ താഴോട്ടുള്ള വഴിക്കാണ് പോകേണ്ടത്. നേരെ പോകുന്നത് പടലോടിക്കുന്നെന്ന് പറയുന്ന സ്ഥലമാണേ. ഇങ്ങോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൃഷി രീതി മൊത്തം മാറി കേട്ടോ. ജാതിയൊക്കെ ഇവിടെ കൂടുതൽ, ജാതി, ഗ്രാമ്പു. ഇങ്ങോട്ട് അധികം ഏലക്കൃഷിയില്ല. പിന്നെ കൊടി, കാപ്പി, ഇങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലുവേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറമ്പിൽ കണ്ടോ, ഇത് മുഴുവൻ ഏപ്രിൽ ലില്ലി പൂത്ത് നിൽക്കുന്ന കേട്ടോ. നിറച്ചും ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഇത് നമ്മൾ ഇപ്പോൾ കിളിയാറുകണ്ടത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണ്. ഇവിടെ വരുമ്പം വീണ്ടും വഴികളൊക്കെ 2-3 ജംഗ്ഷനായിട്ട് തിരിയുന്നുണ്ട്. അത് നേരെ രാജമുടിയൊക്കെ പോകുന്ന വഴിയാണ് ആ റോഡ്. ഇതിങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 17 കമ്പനി എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് പോകുന്ന വഴിയായത്. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നമ്മൾ പോകേണ്ട വഴി ഈ രാജമുടി ഈ വഴിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം മുരിക്കാശ്ശേരി രാജമുടി റോഡിലെത്തി കേട്ടോ. ഇതിലേ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണേ. അപ്പോഴൊരു കോളേജൊക്കെ കിട്ടും. ആ ഭാഗത്താണ് നമ്മുടെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ റബ്ബറും കൊടിയാണ് കേട്ടോ കൂടുതൽ കൃഷികൾ. റബ്ബറിൻ്റെ ചോട്ടിൽ കൂടെ കൊടി ഇട്ടേക്കുക. ഇപ്പം നമ്മൾ രാജമുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. നമുക്ക് ഇടയ്ക്ക് വഴിയൊന്ന് മാറിപ്പോയാലോ, അപ്പുറത്തെ വഴി കൂടെ പോകണമല്ലോ. കോളേജ് അപ്പുറത്തെ സൈഡിലാണേ. രാജമുടി കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു പള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ ആ മോളിൽ നിന്നുള്ള വഴിക്ക് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇനി നമുക്ക് വന്ന വഴിക്ക് തന്നെ ചിലപ്പോൾ ഒന്നുകൂടെ തിരിച്ചു പോകേണ്ടി വരും. ആ വഴിക്കായിരുന്നു തോന്നുന്നു. അവിടുന്ന് അപ്പുറത്തോട്ട് കിടക്കുന്ന വഴിക്കായിരുന്നു പോകേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ മുന്നോട്ട് കിടന്ന വഴിയാണ് നേരെ ഇറങ്ങി പോകുന്നത്. അപ്പുറത്തെ ജംഗ്ഷനിൽ വന്ന് കയറിയപ്പോൾ ആ റോഡിൻ്റെ നടുക്കൊരു വാഗ പൂത്ത് നിൽക്കുന്നുണ്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാൻ. നമ്മൾ നേരത്തെ ആ വഴിക്കുന്നായിരുന്നു കയറി വന്നു കേട്ടോ. എന്നിട്ട് ആ താഴോട്ട് അങ്ങോട്ടാണ് പോയത്. പക്ഷെ നമുക്ക് അങ്ങോട്ടല്ലായിരുന്നു പോകേണ്ടത്. നമ്മൾ പോകേണ്ട വഴി ഇതാ ഇങ്ങോട്ടായിരുന്നു കേട്ടോ, ഈ റൂട്ടിലേക്ക്. ഇപ്പം നമ്മൾ ആ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. അത് കോളേജിലോട്ടൊക്കെ പോകുന്ന വഴിയാണേ. ഇങ്ങോട്ടൊരു വഴി പോകുന്ന കാണാം. ഇവിടെ ഒരു വലിയ വാട്ടർ ടാങ്കൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മൾ ആ സോളാറിൻ്റെ വർക്കിന് വന്നപ്പോൾ അവർ അടയാളം പറഞ്ഞത്. ഇത് പടമുഖത്തേക്ക് പോകുന്ന വഴിയാണ്. പടമുഖം മുരിക്കാശ്ശേരി വഴിക്കോട്ട് ഇതിലേ പോകാൻ പറ്റും നമുക്ക്. ഇതാണ് കേട്ടോ മാർസ്ലീവ കോളേജ്. ഇതിൻ്റെ അടുത്ത് എവിടെയാണ് അയാളുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം.
ഇത് തോപ്രാങ്കുടിക്ക് പോകുന്ന വഴിയാണേ. ഈ പ്ലാവേ കേട്ടോ ചക്ക കിടക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ ഈ വീട്ടിലായിരുന്നു കേട്ടോ സോളാറിൻ്റെ നോക്കാൻ വേണ്ടി വന്നേ. ഇതിനകത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതുണ്ട്, ഇവരുടെ ചെറിയൊരു സോളാർ സിസ്റ്റം ആയിരുന്നു, പള്ളിക്കേന്നൊക്കെ കൊടുത്തു. അത് കംപ്ലൈൻ്റ് ആയി. പക്ഷെ അതിന് റിപ്പയർ ചെയ്യാൻ നടക്കുകയല്ല കേട്ടോ. അത് കാരണം പിന്നെ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ ഒരു പുതിയൊരു ചെറിയ സെറ്റ് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. വീട്ടിലെ ചേട്ടന് ഇവിടെ പോകുന്നു. ചേട്ടൻ വേറെ ചേട്ടാ? ജോസ് അല്ലേ? എത്ര വർഷമായി ലൈറ്റ് കിട്ടിയിട്ട്? പള്ളിക്കേന്ന് കിട്ടിയത് 7 വർഷമല്ലേ? 7 വർഷം ഓടിയല്ലേ? ഇനിയിപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുക. നമുക്ക് പുതിയൊരു ചെറിയ സെറ്റ് മാറി വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വേറൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പം മെല്ലെ തിരിച്ചു പോവാം, അതായിരിക്കും നല്ലത്. അവർക്കാ ലൈറ്റേ പണ്ട് പള്ളിയിൽ നിന്നെങ്ങാണ്ട് കിട്ടിയ ഒരു ചെറിയ ലൈറ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇച്ചിരി വലുതായിരിക്കും, ഒരുമാതിരി കൊള്ളാവുന്നൊരു വീട്ടിലൊരു വർക്കായിരിക്കും. നമ്മളിപ്പോൾ വീടൊന്നും കാണില്ല. ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് ഇവരെന്നെ വിളിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം നമുക്കറിയത്തില്ല, അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇവിടം വരെയുള്ള ഓട്ടോ വരവൊക്കെ കൂടെ ഒരു നഷ്ടമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് വരാൻ പറ്റിയല്ലോ, അത്രേ ഉള്ളൂ മെച്ചം. അതിന് പുതിയ നമ്മളടുത്ത് ഒരു 14,000 രൂപയാണെങ്കിൽ ഒരു ചെറിയ സെറ്റൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവരുടെ അടുത്ത് ഒരു കാരണത്തേ ഉള്ളൂ. ഇനി മാത്രം പൈസ ഒന്നും മുടക്കാനുമില്ല. എന്തായാലും ആട്ടെ, അവരെപ്പോഴും വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ. ഇവിടെയൊക്കെ കൂടുതലും കൊക്കോ കൃഷിയാണ് കേട്ടോ. കൊക്കോ ഒരു ആഴ്ച വരുമാനം കിട്ടുന്നൊരു കൃഷിയാണ്. അതിന് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാ ആഴ്ചയിലും വരുമാനമുണ്ട്. അങ്ങനെ നമ്മളിതാ തോപ്രാങ്കുടിയിലേക്ക് എത്തി കേട്ടോ. തോപ്രാങ്കുടി ടൗണാണേ. അത് മുരിക്കാശ്ശേരിക്ക് പോകുന്ന വഴി, മൂന്നാറൊക്കെ പോവാം. ഇത് നമുക്ക് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണേ. ഈ തോപ്രാങ്കുടി ഒരു കുടിയേറ്റ പട്ടണമാണ് കേട്ടോ, ഹൈറേഞ്ചിലെ മറ്റുള്ള പട്ടണങ്ങളെപ്പോലെ തന്നെ. തോപ്രാങ്കുടിയിലെ പള്ളിയുണ്ടോ, മുത്തപ്പൻ പള്ളി. ഇത് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലമാണേ. തോപ്രാങ്കുടിക്ക് ഇപ്പുറത്ത് കട്ടപ്പന റോഡിലുള്ള ഉദയഗിരി എന്ന് പറഞ്ഞ ടൗണ്. ചെറിയൊരു ടൗണാണ്, വലിയ ടൗണൊന്നുമല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ് കേട്ടോ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.